ലോഗോസ് ക്വിസിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ബൈബിൾ വിജ്ഞാനീയത്തിൽ വളരെയധികം ആഴമായിട്ടുള്ള അറിവുകൾ നമ്മുടെ ജനങ്ങൾ ലോഗോസ് ക്വിസ് വഴി നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോഗോസ് ക്വിസ് എന്ന് പറയുമ്പോൾ ലോകശ്രദ്ധയെ തന്നെ ആശ്രയിച്ച ഒരു പ്രസ്ഥാനമായിട്ട് തീർന്നിരിക്കുകയാണ്. സഭയുടെ ഉന്നതരായ മേലധ്യക്ഷന്മാരെല്ലാം, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും വളരെയധികം അഭിനന്ദിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ലോഗോസ് ക്വിസ് തീർന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷത്തോടുകൂടി, വളരെയധികം ആവേശത്തോടുകൂടി, ദൈവവചനത്തോടും സഭയോടുമുള്ള സ്നേഹത്തോടുകൂടി ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത് ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ അവസരത്തിൽ ഞാൻ അഭിമാനപൂർവ്വം സ്മരിക്കുന്നു. തുടർന്ന് വരുന്ന വർഷങ്ങളിലും ഇതിനേക്കാളും വിദഗ്ധമായിട്ടുള്ള രീതിയിൽ, ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ധാരാളം ആളുകൾക്ക് ദൈവത്തിൻ്റെ വചനവും അതിൻ്റെ സന്ദേശവും അതിൻ്റെ അനുഭവവും എത്തിക്കത്തക്ക രീതിയിൽ ലോഗോസ് ക്വിസ് വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോഗോസ് ക്വിസ് ഇവിടെ തുടക്കം കുറിക്കുന്നു. ഒട്ടേറെ പുതുമകളുമായാണ് ഈ വർഷത്തെ ലോഗോസ് ക്വിസ് അരങ്ങിലെത്തുന്നത്. കേരള കത്തോലിക്ക സഭാമക്കളിൽ വചനവിത്ത് വിതയ്ക്കാൻ പിറവിയെടുത്ത ലോഗോസ് ക്യൂസ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്യൂസ് പ്രോഗ്രാമായി മാറിയിരിക്കുന്നു. മഹാജൂബിലി വർഷമായ ക്രിസ്തു ജയന്തി 2000 ആദ്യമായി സംഘടിപ്പിച്ച ലോഗോസ് ക്യൂസ് ഇന്ന് ഗിന്നസ് ബുക്കിന്റെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. 57 രൂപതകളിൽ നിന്ന് ഏകദേശം 5.5 ലക്ഷത്തോളം പരീക്ഷാർത്ഥികൾ ഈ വർഷം ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നു. ആദ്യത്തെ ലോഗോസ് ക്വിസിൽ തന്നെ സംഘാടകരുടെ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് 1,24,000 പേരാണ് പങ്കെടുത്തത്. പിന്നീടുള്ള 15 വർഷക്കാലങ്ങളിൽ ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സിസ്റ്ററിനെ. തുടർച്ചയായി 2011 2012 ലോഗോസ് പ്രതിഭയായി തിരഞ്ഞെടുത്തതാണ് സിസ്റ്ററിനെ. ഈ വർഷം ലോഗോസ് പ്രതിഭയായി നമുക്ക് സിസ്റ്ററിനെ പ്രതീക്ഷിക്കാമോ? ഒരുങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഒരുങ്ങിയാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ എളുപ്പമായിരുന്നു. പ്രതിഭയാകുമെന്നൊന്നും അറിയത്തില്ല, അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെയല്ലേ. 2 വർഷം ലോഗോസ് ക്വിസ് പ്രതിഭയാകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഈ ഇടവകാംഗങ്ങൾക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം കൂടെയാണ് സിസ്റ്റർ ഒരുക്കി കൊടുത്തത്. സിസ്റ്റർ പ്രതിഭയായതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇടവകയിൽ കൂടുതലായിട്ടും ലോഗോസ് ക്വിസിന് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? ലോഗോസ് ക്വിസിന് വേണ്ടിയിട്ട് പങ്കാളിത്തം കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ വർഷമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും തന്നെ ലോഗോസ് ക്വിസിൻ്റെ പോർഷൻസ് എടുത്തിട്ട് എല്ലാ ദിവസവും ക്വിസ് ഇടാറുണ്ടായിരുന്നു ഞായറാഴ്ചകളിൽ. ഇപ്പോൾ പിള്ളേർ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് പഠിക്കുന്നതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടവക്കാരെ ആണെങ്കിലും ഇടവക്കാരോട് ലോഗോസ് എഴുതണം എന്നൊക്കെ കാണുമ്പോൾ ഒക്കെ പറയാറൊക്കെ ഉണ്ട്. അവരൊക്കെ ചേർക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ വർഷം കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട്, കഴിഞ്ഞ വർഷത്തേതിലും കുറച്ചുകൂടി ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. സഭാമക്കളിൽ വചനപ്പെരുമഴ പെയ്യിക്കാൻ ഉതകും വിധം വളർന്നു കഴിഞ്ഞു ഇന്ന് ലോഗോസ് ക്യൂസ്. ജനങ്ങളിൽ വചനത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കാൻ രൂപതാധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരും അധ്യാപകരുമെല്ലാം മുന്നിട്ടിറങ്ങിയതാണ് ലോഗോസ് ക്യൂസ് ഈ ചരിത്ര നേട്ടം കൈവരിക്കാനുള്ള പ്രധാന ഘടകം. സമർപ്പിത വർഷത്തോടനുബന്ധിച്ച് ലോഗോസ് പ്രതിഭാ പട്ടത്തിനോടൊപ്പം ഈ വർഷം ലോഗോസ് സമർപ്പിത പ്രതിഭാ പട്ടവും നൽകുന്നുണ്ട്. സമർപ്പിത ജീവിതങ്ങളിൽ ആനന്ദത്തിന്റെ ആഴക്കടൽ തീർക്കുവാൻ, സമർപ്പിത വഴികളിൽ വചനമാല്യങ്ങളുടെ സുഗന്ധം നിറയ്ക്കുവാൻ, സമർപ്പിത വർഷത്തിൽ ലോഗോസ് ക്യൂസിന്റെ ചരിത്രത്തിൽ ആദ്യമായി സമർപ്പിത ലോഗോസ് ക്യൂസ്. കോൺഗ്രിഗേഷനാണ് ലിറ്റിൽ അപ്പോസ്റ്റൽസ് ഓഫ് റിഡംഷൻ.
സമർപ്പിത പ്രതിഭാ പട്ടത്തിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? സമർപ്പിത വർഷം പ്രമാണിച്ച് ഞങ്ങൾ കൂടുതൽ സമയവും വചനം വായിക്കാൻ വേണ്ടി റെഡിയാവുകയും അതുപോലെ തന്നെ സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നതിനോടൊപ്പം ജോലി സമയവും ഞങ്ങളിങ്ങനെ ചർച്ചയൊക്കെ ചെയ്ത് ഇത് പഠിക്കാൻ വേണ്ടി വളരെ താല്പര്യത്തോടെ ഇങ്ങനെ സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനി സമർപ്പിത വർഷപട്ടം കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല, എങ്കിലും ഞങ്ങളത് ആഗ്രഹത്തോടെ വചനം പഠിക്കുവാനുള്ള താല്പര്യത്തോടെ എല്ലാം ചെയ്യുന്നുണ്ട്. 33 രൂപതകളെ പ്രതിനിധീകരിച്ച് 132 സമർപ്പിതരാണ് ലോഗോസ് സമർപ്പിത പ്രതിഭയ്ക്കു വേണ്ടി മത്സരിക്കുന്നത്. ഒരു മത്സരമെന്നതിലുപരി ഇവിടെ തിരുവചനം പ്രഘോഷിക്കപ്പെടുന്നു. കോൺവെന്റിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഇതിനോടുകൂടി സജ്ജീകരിച്ചിരിക്കുന്നത്? കോൺവെന്റിൽ ഞങ്ങൾക്ക് പഠിക്കാനായി പ്രത്യേകമായ സമയം ഒരുക്കി തന്നു. അതോടൊപ്പം ക്വസ്റ്റ്യനൊക്കെ തയ്യാറാക്കി തരുന്നതിൽ സിസ്റ്റർ ബെറ്റി ഒത്തിരി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതലും ജോലി സമയങ്ങൾ പോലും ബൈബിൾ പഠിക്കുന്നതിനുള്ള ഒരു ഇതാക്കി തീർത്തു. പരസ്പരം ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരെ പഠിക്കാൻ സഹായിച്ചു. സമർപ്പിത മനസ്സുകളിൽ ദൈവത്തിന്റെ ജ്ഞാനവും സന്തോഷവും നിറച്ചുകൊണ്ട് അതുവഴി ദൈവാത്മാവിന്റെ ആനന്ദത്താൽ ഈ ലോകം മുഴുവൻ നിറയ്ക്കുവാൻ ഇതാ സമർപ്പിത ലോഗോസ് ക്യൂസ്. ഇവിടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടുകയാണ്, ആഘോഷിക്കുകയാണ്. ലെറ്റ്സ് സെലിബ്രേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ഏവർക്കും ലോഗോസ് ക്യൂസിലേക്ക് സ്വാഗതം. ഞാനൊരു വാക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ വാക്ക് സന്തോഷം എന്നാണ്. സമർപ്പിതർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ട്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ കോൺസിക്രേറ്റഡ് ലൈഫ് ഇൻ ദ ചർച്ച് ടുഡേ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ 2014 നവംബർ 30 മുതൽ 2016 ഫെബ്രുവരി 2 വരെ സമർപ്പിത വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ വികാരമാണ് മേൽപ്പറഞ്ഞ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടമാക്കിയത്. അതെ, സമർപ്പിതർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തോടെ ആദരവോടെ നിങ്ങളെ ഏവരെയും ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 സ്നേഹപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്യുന്നു. കാത്തലിക് ബൈബിൾ സൊസൈറ്റിയുടെ രജത ജൂബിലിയും കത്തോലിക്ക സഭയുടെ സമർപ്പിത വർഷവും ഒന്നിച്ചു വരുമ്പോൾ സമർപ്പിതരുടെ ഇടയിൽ നിന്നും ഒരു പ്രതിഭയെ, ഒരു ലോഗോസ് സമർപ്പിത പ്രതിഭയെ കണ്ടെത്താനായാണ് ഈ വർഷം വളരെ പ്രത്യേകമായി നാം സമർപ്പിതർക്ക് വേണ്ടി മാത്രമായി ഒരു സ്പെഷ്യൽ എഡിഷൻ ലോഗോസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ക്വിസ് മത്സരത്തിലെ എഴുത്ത് പരീക്ഷയിൽ 33 രൂപതകളെ പ്രതിനിധീകരിച്ച് 132 സമർപ്പിതരാണ് പങ്കെടുത്തത്. അവരിൽ നിന്നും ഏറ്റവും ഉയർന്ന സ്കോർ വാങ്ങിയ 6 മിടുക്കികളാണ് ഈ വേദിയിൽ ഇപ്പോൾ നമ്മോടൊപ്പം മത്സരത്തിൽ പങ്കുചേരുന്നത്. അവരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ ഏഞ്ചൽ റോസ് SABS, സിസ്റ്റർ ജിയോ തെരേസ് SABS, സിസ്റ്റർ ബെറ്റി LAR, സിസ്റ്റർ ഏഞ്ചല തെരേസ് CHF, സിസ്റ്റർ വിനീത SABS, സിസ്റ്റർ കൃപ മരിയ SH. ലോഗോസ് 2015 സവിശേഷ മുദ്രയാക്കുവാൻ പോകുന്ന സമർപ്പിതർക്ക് വേണ്ടിയുള്ള ഈ ക്വിസ് മത്സരത്തിൽ നമുക്ക് ക്വിസ് മാസ്റ്ററായി ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴ രൂപതയിൽ നിന്നുമുള്ള റവറൻ ഡോക്ടർ ജോയി പുത്തൻവീട്ടിൽ അച്ഛനെയാണ്. റോമിലെ ഉർബാനിയാന യൂണിവേഴ്സിറ്റിയിൽ നിന്നും
പാസ്റ്ററൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ രൂപതയുടെ മിനിസ്ട്രി കോർഡിനേഷൻ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്നു. ഒപ്പം തന്നെ ആലപ്പുഴ രൂപതയിലെ കുടുംബ യൂണിറ്റുകളുടെ BCCയുടെ ഏകോപനവും അദ്ദേഹം നിർവഹിക്കുന്നു. കൂദാശകളെ പറ്റിയുള്ള 6 ഷോർട്ട് ഫിലിംസിന്റെ പിന്നണിയിലും പ്രവർത്തിച്ചിരിക്കുന്നത് ജോയി പുത്തൻവീട്ടിൽ അച്ഛനാണ്. ഒത്തിരി സന്തോഷത്തോടെ ആദരവോടെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. So welcome to everyone to this Logos Quiz 2015 for the Consecrated. നമുക്ക് ഇന്നത്തെ കോൺടെസ്റ്റൻസിനെ പ്രത്യേകമായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. അവരെ പ്രത്യേകമായി പരിചയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്ററിൻ്റെ പേര്? എൻ്റെ പേര് സിസ്റ്റർ ഏഞ്ചൽ റോസ്. സിസ്റ്റർ ഏഞ്ചൽ റോസ്. ഓക്കെ, സിസ്റ്റർ ഏഞ്ചൽ റോസ് ഏത് കോൺഗ്രിഗേഷനിൽ പെടുന്നു? SABS കോൺഗ്രിഗേഷൻ. SABS. And yourself, sister? Sister Gio Teres. Gio Teres. Congregation? SABS. SABS. Good. Sisterന്റെ പേര്? Sister Betty. Sister Betty. Congregation? Little Apostles of Redemption. Little Apostles of Redemption. Sister? സിസ്റ്റർ ആഞ്ചല തെരേസ്. Angela Teres. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ. Holy Family Congregation. Okay. Sister Vinida, SABS congregation. Okay, sister. സിസ്റ്റർ കൃപ മരിയ സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷൻ. ഒരുപാട് കൃപയുള്ളതുകൊണ്ടാണ് ഈ ഏരിയയിൽ എത്തിച്ചേർന്നതെന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും ഇവരെ ഓരോരുത്തർ ഇരിപ്പ് കണ്ടാൽ തന്നെ തോന്നും സുവിശേഷം ഇവരെ ശരിക്കും ജീവിതത്തിൽ സ്പർശിച്ചിട്ടുണ്ടെന്നും അവരുടെ ഇരിപ്പ് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമായി അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ 6 പേർക്കും ഹൃദയപൂർവ്വം ഈ കോൺടെസ്റ്റിലേക്ക് സ്വാഗതം. The Church of Kerala is really proud of you. ഞാനിത് വെറുതെ നിങ്ങൾ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ അഭിമാനം തന്നെയാണ്. ഈ കഴിഞ്ഞ വർഷം ഈ ഒരു റൗണ്ടിന് വേണ്ടി നിങ്ങൾ യഥാർത്ഥത്തിൽ തിരുവചനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ തപസ്സിരിക്കുന്നത് പോലെ ഇരുന്നിട്ട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കോൺഗ്രിഗേഷൻ്റെതായിട്ടുള്ള ചുമതലകളുണ്ട് അല്ലേ? നല്ല ഒരുപാട് ഉത്തരവാദിത്തമുള്ളവരാണ്. പക്ഷേ എന്നിട്ടും ഇതിൽ ഈ തിരുവചനത്തിൻ്റെ മുമ്പിലുള്ള ആ തപസ്യ നിങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് മാതൃകയാണ്. ഞാൻ ശരിക്കും നിങ്ങളുടെ മുമ്പിൽ കൊഞ്ഞായിട്ടാണ് ഞാൻ സത്യം പറയുക. അതുകൊണ്ട് The Church of Kerala is proud of you and we really congratulate you. And I must say, നിങ്ങളിപ്പോൾ തുടക്കത്തിൽ ഇവിടെ ഈ സ്റ്റേജിലേക്ക് ഈ റൗണ്ടിലേക്ക് വരുന്നത് തന്നെ അതിൻ്റെ അടയാളം എന്താണെന്നറിയാമോ? You have already won this. ഇതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യം തികച്ചും ദൈവമഹത്വത്തിൻ്റെ കയ്യൊപ്പുള്ള സാന്നിധ്യമാണ്. അതുകൊണ്ട് പ്രത്യേകം അഭിനന്ദനങ്ങൾ തുടക്കത്തിൽ എല്ലാവർക്കും നേരുകയാണ്. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ മദർ തെരേസ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? I don't want to be successful but to be faithful. All right. Yes, I don't want to be successful but to be faithful. ഞാൻ വിശ്വസ്തയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലാതെ വിജയമല്ല. വിജയം ദൈവം തരികയോ അല്ലാതിരിക്കും ചെയ്യട്ടെ, അതെനിക്ക് പ്രശ്നമല്ല എന്നുള്ളതാണ്. സോ യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ ആൻഡ് യു ഹാവ് റിയലി വൺ ദിസ് കോൺടെസ്റ്റ്. മത്സരാർത്ഥികൾക്കായി നാം ഇന്ന് 7 വ്യത്യസ്ത റൗണ്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ 7 റൗണ്ടുകളിൽ നിന്നുമായി 100 മാർക്കാണ് മത്സരാർത്ഥിക്ക് ലഭിക്കുക. തെറ്റിപ്പോകുന്ന ഉത്തരത്തിൻ്റെ ആധിക്യമനുസരിച്ച് മാർക്ക് കുറയുകയും ചെയ്യും. ആ റൗണ്ടുകൾ ഇപ്രകാരമാണ്: ഫസ്റ്റ് റൗണ്ട് പ്രൊലോഗ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് സൈൻ റൗണ്ട്, തേർഡ് റൗണ്ട് ട്രാൻസിഷൻ റൗണ്ട്, ഫോർത്ത് റൗണ്ട് ഗ്ലോറി റൗണ്ട്, ഫിഫ്ത്ത് റൗണ്ട് ഫെയ്ത്ത് റൗണ്ട്, സിക്സ്ത് വൺ വിറ്റ്നസ് റൗണ്ട് ആൻഡ് ദ ലാസ്റ്റ് റൗണ്ട് റിലിജിയസ് റൗണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഓരോ റൗണ്ടിന് ഇപ്രകാരമുള്ള പേരിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പരിചയപ്പെടുത്തുന്ന റൗണ്ടുകളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഒന്നാമത്തേത് പ്രോലോഗ് റൗണ്ട് എന്നാണ്. ഈ ചിത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു എന്നുള്ളത് അല്ലേ? കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിക്കായി പുനരുദ്ധാരകൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ മണവാളനായിട്ടാണ് വരുന്നത്. വചനം മാംസമായവൻ സഭയാകുന്ന മണവാട്ടിയെ ഇങ്ങനെ ആശ്ലേഷിച്ച് നിൽക്കുന്ന ആ വലിയ അനുഭവമാണ്. രണ്ടാമത്തേത് സൈൻ റൗണ്ടാണ്. നമ്മൾ ഒരു മാജിക് റൗണ്ടായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ മാജിക് റൗണ്ടിലൂടെ
ദൈവത്തിൻ്റെ നന്മ എപ്രകാരം നമുക്ക് അനേകരിലേക്ക് അടയാളങ്ങളിലൂടെ നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് സംലഭ്യമാകുന്നുണ്ട്. മറ്റൊന്ന് ട്രാൻസിഷൻ റൗണ്ടാണ്. നമുക്ക് 12ാമത്തെ ചാപ്റ്റർ സുവിശേഷത്തിൻ്റെ തന്നെ ട്രാൻസിഷൻ ചാപ്റ്റർ അല്ലെ പരിവർത്തന ചാപ്റ്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുവരെയുള്ള 11 അധ്യായങ്ങൾ വരെയുള്ള പോർഷൻ്റെ ഒരു കൺക്ലൂഷനും അടുത്ത അധ്യായത്തിൻ്റെ ആമുഖവുമായിട്ട് 12ാമത്തെ അധ്യായത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിനെ ട്രാൻസിഷൻ റൗണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് ഗ്ലോറി റൗണ്ടാണ്. കേരള സഭയിൽ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ പാകത്തിൽ ഇവിടെ ക്രിസ്തു സാന്നിധ്യം കൊണ്ടുവന്നത് മിഷണറിമാരാണ്. അതുകൊണ്ട് മിഷണറിമാരിലൂടെ സുവിശേഷം ഇവിടെ പ്രചരിപ്പിച്ച ആ വലിയ ചരിത്രത്തിൻ്റെ ഒരു പരിശോധനയും ഒരു ക്വിസിൻ്റെ ചോദ്യഘട്ടവുമായിരിക്കും ഗ്ലോറി റൗണ്ടിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അടുത്തതാണ് ഫെയ്ത്ത് റൗണ്ട്. കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നു ലഭിക്കുമെന്നുള്ള വിശ്വാസവും ആണ് ഈ ഫെയ്ത്ത് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു ഫെയ്ത്തിൻ്റെ ആസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ കാണാതെ നിങ്ങൾ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചില ഫേവറബിൾ ആയിട്ടുള്ളൊരു സംഗതി നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്ത റൗണ്ട് നമ്മൾ വിറ്റ്നസ് റൗണ്ടാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അനുഭവിച്ച ക്രിസ്തുവിനെ നമുക്ക് പകരാതിരിക്കാനാവില്ല. അതുകൊണ്ട് അടുത്തത് വിറ്റ്നസ് റൗണ്ടാണ്. ഇനി അത് എല്ലാ വിശ്വാസികൾക്കും ലഭിച്ചിരിക്കുന്ന വിളിയാണ്, സുവിശേഷത്തിൻ്റെ വിളിയാണ്. അടുത്തത് കോൺസെക്രേറ്റഡ് റൗണ്ട് എന്ന് പറയും. സ്വാഭാവികമായും ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച വിളിക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ ഉള്ളിലുള്ള മഹത്തരമായൊരു വിളിയാണ് ജീവിതകാലം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നതിനൊരു വിളി, സാക്ഷ്യം വഹിക്കാനുള്ള വിളി. അതുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ റൗണ്ട് റിലീജിയസ് റൗണ്ട് നമ്മൾ വിളിക്കുന്നു. ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 ഫസ്റ്റ് റൗണ്ട് പ്രൊലോഗ് റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾ ഘടികാര ദിശയിലായിരിക്കും, ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കും ചോദിക്കുക. ഉത്തരം അറിയാവുന്നതാണ് മത്സരാർത്ഥിക്ക് ലഭിക്കുന്ന ചോദ്യമെങ്കിൽ ഉത്തരം പറഞ്ഞാൽ ആ മത്സരാർത്ഥിക്ക് 10 മാർക്ക് ലഭിക്കുന്നതാണ്. ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, അറിയില്ല എങ്കിൽ ചോദ്യം പാസ് ചെയ്യാം. പാസ് ചെയ്യപ്പെട്ട് കിട്ടുന്ന ചോദ്യത്തിന് 5 മാർക്കായിരിക്കും, അതായത് പകുതി മാർക്കായിരിക്കും ലഭിക്കുക. പക്ഷേ പാസ് ചെയ്യപ്പെട്ട് കിട്ടുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അധികം സമയം അനുവദിക്കുന്നതല്ല. ആദ്യം ചോദ്യം ലഭിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ 5 സെക്കൻഡിനുള്ളിൽ തന്നെ മത്സരാർത്ഥി ഉത്തരം പറയേണ്ടതാണ്. അപ്പോൾ നമുക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് റൗണ്ട് പ്രൊലോഗ് റൗണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യം ഏഞ്ചൽ റോസിനോടാണ്. നമ്മൾ ഘടികാര റൗണ്ടിലാണ്. ഏഞ്ചൽ റോസ്, 10-ാം മണിക്കൂർ എന്നാൽ എത്ര മണി? 4 മണി. ഏത് 4 മണി? വൈകുന്നേരം 4 മണി. Very good. Congratulations. And the first question is answered rightly. Okay, congratulations. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? ജിയോ തെരേസിന്റെ സ്റ്റാൻസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, സുഭാഷിതം 30 1 മുതൽ 33 വരെ അത് ആരുടെ വാക്കുകളാണ്? സുഭാഷിതം 30 1 മുതൽ 33 വരെ ആരുടെ വാക്കുകളാണ്? ആഗൂറിന്റെ വാക്കുകൾ. ആഗൂറിന്റെ വാക്കുകൾ ഉറപ്പാണോ? വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ഷീ ഈസ് റൈറ്റ്. അതെ, മാസായിലെ യാക്കയുടെ മകൻ ആഗൂറിന്റെ വാക്കുകൾ. വെരി ഗുഡ്. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ സിസ്റ്റർ ബെറ്റി, റെഡി ഫോർ ദ ക്വസ്റ്റ്യൻ. യോഹന്നാൻ 3:14 യേശു പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന്, അല്ലേ? പറഞ്ഞില്ലേ? പഴയ നിയമത്തിലെ ഏത് ഭാഗമാണ് ഇവിടെ വിവക്ഷിക്കുന്നത്? സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യം. Are you sure? Yes. Good, very good. Congratulations. So the fourth question is directed to Sister Angela Therese. Ready ആണല്ലേ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി ഇപ്രകാരം പറഞ്ഞത് ഏത് തിരുനാളിന്റെ ഏത് ദിനത്തിൽ? കൂടാര തിരുനാളിന്റെ ദിനത്തിലാണ്. മഹാദിനത്തിൽ. കൂടാര തിരുനാളിന്റെ ദിനത്തിൽ പറഞ്ഞത് മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു. എത്രാമത്തെ ദിവസം? അവസാനത്തെ മഹാദിനത്തിൽ. അവസാനത്തെ മഹാദിനത്തിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ യു ആർ റൈറ്റ് അഗൈൻ. ഞാനിപ്പോൾ തോറ്റു പോവുകയാണ്. ഒരു ചോദ്യമെങ്കിലും എനിക്ക് ഉത്തരം പറയാനായിട്ട് തരിക. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. യു ആർ ഡൂയിങ് വെൽ.
അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. വിനീത സിസ്റ്ററെ റെഡിയല്ലേ? ഓക്കെ. ക്രിസ്തു വിജ്ഞാനീയപരമായ ഒരു പുതിയ വെളിപാട് നടക്കാൻ പോകുന്നു എന്ന സൂചന നൽകുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രയോഗം അതേതാണ്? ഒരു പുതിയ വെളിപാട് നടക്കാൻ പോകുന്നു എന്നുള്ള സൂചന നൽകുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രയോഗം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വെരി ഗുഡ്, ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് റൈറ്റ് ആൻസർ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ കൃപ. ആരാണ് ഹേലോൻ? Time is over. It's Pastor Jesus. ലൂൺ ഗോത്രത്തിലെ ഏലിയാവിന്റെ പിതാവാണ് ഹേലോൻ. Correct answer. Congratulations, sister Angel Rose. അപ്പോൾ ഈ റൗണ്ട് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഫസ്റ്റ് റൗണ്ട് ഇവിടെ സമാപിക്കുമ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് സ്കോർ ലഭിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. സിസ്റ്റർ ഏഞ്ചൽ റോസ് SABS 15 മാർക്സ്, സിസ്റ്റർ ജിയോ തെരേസ് SABS 10 മാർക്സ്, സിസ്റ്റർ ബെറ്റി ലിറ്റിൽ അപ്പോസിൽസ് ഓഫ് റിഡംഷൻ 10 മാർക്സ്, Sister Angela Therese Holy Family 10 marks, Sister Vinita SABS 10 marks, Sister Krupa Viroda Purudi ഇനിയും സ്കോർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്രപ്രധാനമുള്ള മർത്ത് മറിയം ഫൊറോന പള്ളിയുടെ മുൻപിലാണ്. ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ഇടവകാംഗങ്ങളെ പങ്കെടുപ്പിച്ച പള്ളിയാണിത്. ഏകദേശം 4600ഓളം പരീക്ഷാർത്ഥികൾ ഈ പള്ളിയിൽ നിന്നും മാത്രമായി ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നു. ഇവരുടെ പ്രവർത്തന രീതികളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഇത്രയധികം ഇടവകാംഗങ്ങളെ പങ്കെടുപ്പിക്കുവാൻ ഫാദറിന് എങ്ങനെയാണ് കഴിഞ്ഞത്? 15.5 കിലോമീറ്റർ ഡയമീറ്ററുള്ള ഇടവകയിൽ എത്തിച്ചേരുക കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് 28 വാർഡുകളും 81 കൂട്ടായ്മകളുമുണ്ട്. ഒരു കൂട്ടായ്മയ്ക്ക് 6 ലീഡേഴ്സ് വെച്ചുണ്ട്. അപ്പോൾ ഈ 6 ലീഡേഴ്സ് 8 അല്ലെങ്കിൽ 10 വീടിൻ്റെ ചുമതല വഹിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയാവുന്ന പോലെ നമുക്ക് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഇപ്പോൾ സെക്ടർ, വാർഡ്, യൂണിറ്റ് എന്നുള്ള ഞങ്ങളുടെ വലിയൊരു നെറ്റ്വർക്കാണ്. ആ കൂട്ടായ്മകളിൽ എല്ലാ മാസവും പ്രാർത്ഥന ഉണ്ട്. ഈ പ്രാർത്ഥനകളിൽ സിസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ ഇടവകയിലെ അച്ഛന്മാർ, ഞാനുൾപ്പെടെ മാറി മാറി പങ്കെടുക്കും. എല്ലാ കൂട്ടായ്മയിലും ഒരു ദിവസം 4 മുതൽ 6 വരെ കൂട്ടായ്മകളിലെടുത്ത് ഞങ്ങൾ പങ്കെടുക്കും. അപ്പോൾ അവിടെ ഞങ്ങൾ കൊടുത്തൊരു മെയിൻ ട്രസ്റ്റ് എന്ന് പറയാവുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലൊരു മെയിൻ പരിപാടി ഈ ലോഗോസ് ക്വിസാണ്. ഇത് നിങ്ങൾ അവിടെ POCയിൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ആരംഭിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. വിഷയങ്ങൾ കൊടുത്തു. ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കണം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ അടുത്ത് ചെറിയൊരു മോട്ടിവേഷൻ എന്നതിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, നമ്മൾ പങ്കെടുത്താൽ അതിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണം. അപ്പോൾ ബൈബിള് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായതുകൊണ്ട് ബൈബിൾ പഠിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളൊരു വലിയ ഇവൻ്റാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ യൂണിറ്റുകളിലെ ലീഡേഴ്സ് എല്ലാം കൂടി 486 പേരും കൂടെ ഒരു വലിയ നെറ്റ്വർക്ക് നടത്തിയതിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് ഇത്രയും പേരെ സംഘടിപ്പിക്കാൻ പറ്റിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇടവക